അപ്പൊ നമ്മള് കഴിഞ്ഞ 2 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് മാരത്തോൺ സെഷൻസിൽ വാസ് എ പാസ്റ്റ് പേപ്പർ. ആ പാസ്റ്റ് പേപ്പറിൽ നമ്മൾ പാർട്ട് എ ചെയ്തു, പാർട്ട് ബി ചെയ്തു. ഇന്ന് നമ്മൾ പാർട്ട് സി ആണ് നോക്കണത്. ആൻഡ് ഇതോടുകൂടി നമ്മുടെ എക്സാം സിനാരിയോ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനും എക്സാമിന്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിയും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ ഈ 3 ദിവസത്തെ മാരത്തോൺ സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇന്നത്തോടെ നമ്മുടെ മാരത്തോൺ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ വലിയ ക്വസ്റ്റ്യൻസ് 20 മാർക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം ട്ടോ. Yes, sir. അപ്പൊ നമുക്ക് ഒരു 20 മാർക്കർ ഉള്ളത് ഒരു റേഷ്യോ ആണ്. ഇതിന് മുമ്പ് ഒരു 20 മാർക്കറും കൂടി നമുക്കുണ്ട്, വിച്ച് ഇസ് എ സിംഗിൾ എൻറ്റിറ്റി. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മുടെ എ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയപ്പോൾ അത്യാവശ്യം കൺസോൾട്ടേഷന്റെ MCQs ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് വെൻ ഇറ്റ് ഇസ് എ സിംഗിൾ എൻറ്റിറ്റി, വേറൊരു കാര്യം എന്താണ്, നമുക്ക് വരുന്ന റേഷ്യോസ് എന്ത് റേഷ്യോസ് ആയിരിക്കും? കൺസോളിഡേറ്റഡ് റേഷ്യോസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ H ഗ്രൂപ്പ്സ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ദി ഇയർ എൻഡഡ് 2015 are presented below എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണോ മക്കളെ? അപ്പൊ ഇവിടെ നമ്മളോട് എ പാർട്ടിൽ എന്താ പറയണെന്ന് വെച്ചാൽ യൂസിങ് ദി പ്രീ ഫോർമാറ്റഡ് റെസ്പോൺസ് പ്രൊവൈഡഡ് ഫോർ ദി ഫോളോയിങ് റേഷ്യോസ്, ഈ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയണത്. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് ബി പാർട്ട് അനലൈസ് ദി പെർഫോമൻസ് ആൻഡ് പൊസിഷൻ ഓഫ് എച്ച് ഗ്രൂപ്പ് ഫോർ ദി ഇയർ എൻഡഡ് 30th September, specifically commenting on how acquisition of M company and the successful contract tender may affect comparability. അപ്പൊ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള റേഷ്യോ അനാലിസിസ് മാത്രം ചെയ്താൽ പോരാ, കുറച്ച് സ്പെസിഫിക് കമന്റ്സും കൊടുക്കണം കമ്പാരബിലിറ്റീനെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത്. ഓക്കെ അല്ലേ? മക്കളെ എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? Yes, sir. അപ്പൊ ഏറ്റവും ആദ്യം ഈ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ വായിക്കാം. ഈ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അഡീഷണൽ ഇൻഫർമേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ ഡയറക്ട്ലി നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നത് വെച്ചിട്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 2015 എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ മക്കളെ? 810 divided by 2700 into 100. ഓക്കെ അല്ലേ? ഇവിടെ വരുമ്പോ it would be 728 divided by 1820 into 100. അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എത്രയാ? 235 divided by 2700 into 100. അതേപോലെ 398 divided by 1820 into 100. ROC is 235 divided by capital employed. Capital employed എത്രയായിരിക്കും? പറഞ്ഞ 805 plus 400 into 100. ഓക്കെ അല്ലേ? മറ്റേത്
398 divided by 645 into 100. അടുത്തത് നെറ്റ് അസറ്റ് ടേൺ ഓവർ. നെറ്റ് അസറ്റ് ടേൺ ഓവർ എത്രയാ? 2700 ഡിവൈഡഡ് ബൈ 1205. ഈ 1205 തന്നെ 805 പ്ലസ് 400 ആണ്, ഇൻറ്റു 100. അതേപോലെ ഇവിടെ 1820 ഡിവൈഡഡ് ബൈ 645. ഇവിടെ ഇൻറ്റു 100 ഇല്ല കേട്ടാ, നമ്മുടെ നെറ്റ് അസറ്റ് ടേൺ ഓവർ ടൈംസിലല്ല നടത്തുന്ന വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഗിയറിംഗ് എങ്ങനെയാണ്? 400 by 805 into 100. Hundred divided by 545 into 100. And the score is 398 divided by 5. 235 divided by 40. ഓക്കെ അല്ല? എല്ലാത്തിനും വർക്കിങ്സ് നമ്മൾ എഴുതി. ഇനി ഓരോന്ന് സോൾവ് ചെയ്തിട്ട് പറയാം. എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത്. എത്ര വരാ? 8 ഡിവൈഡഡ് ബൈ 2700 into 100 എത്ര പെർസെന്റേജ് വരും? 30%. ഇവിടെ എത്ര പെർസെന്റേജ് വരും? മക്കളെ 40%. ഓരോന്ന് സോൾവ് ചെയ്തിട്ട് പറഞ്ഞുതരോ? ഇവിടെ എത്ര പെർസെന്റേജ്? 8.6 something and 8.7%. ഇവിടെ 21.9%. ഇവിടെ എത്രയാണ്? 19.5%. ഇവിടെ 61.7. 2700 into 1250 is 2.2 times. ഇവിടെ എത്ര വരും? 2.8. Gearing 68 ഇല്ല, അപ്പൊ 49.7. എത്ര വരും? 18.3. Only interest cover is 5.875. 5.8, 5.9 times. And something.
എത്രയായിരുന്നു? 79.6. ഇത്രയാണ് എ പാർട്ട് ഓഫ് ദി ആൻസർ. ഓക്കെ അല്ലേ? ഇനി ബി പാർട്ട് ഓഫ് ദി ആൻസറിന് ഇവര് എന്ത് തന്നിട്ടില്ല, നമുക്ക് ടേബിൾ തന്നിട്ടില്ല. ടേബിൾ നമ്മളായിരിക്കും വരയ്ക്കുക. ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 2 3 4 5 6 7 7 1 2 3 4 5 6 7 ആൻഡ് 2. ഓക്കെ അല്ലേ? We have ratios discussion. Okay അല്ലേ? സാർ ടേബിള് വരയ്ക്കണമെന്നുണ്ടോ? ടേബിൾ വരച്ചില്ലെങ്കിൽ പാരഗ്രാഫ് വൈസ് നല്ല വൃത്തിക്ക് പറയേണ്ടി വരും. രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളുണ്ട് കേട്ടോ. ടേബിൾ വരയ്ക്കുമ്പോൾ എഴുതണ കാര്യങ്ങൾ കുറയാവും, പക്ഷെ കറക്റ്റായിട്ട് എഴുതിയില്ലെങ്കിൽ 0 മാർക്സ് ആവും. പാരഗ്രാഫ് ആയിട്ട് എഴുതണ സമയത്ത് നിങ്ങൾ മൊത്തം പ്രോഫിറ്റബിലിറ്റിക്ക് ഒരുമിച്ചിട്ടല്ലേ എഴുതാ. അപ്പൊ അത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ നെറ്റ് പ്രോഫിറ്റ് ആണോ, അങ്ങനെ രണ്ടിന്റെയും കാര്യങ്ങൾ ഒരുമിച്ച് എഴുതി പോകാൻ പറ്റും. പക്ഷെ അത് എഴുതുമ്പോൾ നല്ല വൃത്തിക്കുള്ള പാരഗ്രാഫ്സ് ഫ്രെയിം ചെയ്യണം, എന്നാലേ മാർക്ക് വരുള്ളൂ. ഓക്കെ അല്ലേ? നമുക്ക് ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ വായിക്കാം. On 1st October 2014, H Group consisted of H Company, the parent, and 2 wholly owned subsidiaries which have been owned for many years. On 1st January 2015, H Company purchased a third wholly owned subsidiary, M Company. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് വാങ്ങിയത് 1st ജാനുവരിയിലാണ്. നമ്മുടെ ഇയർ എൻഡ് 30th സെപ്റ്റംബർ ആണെങ്കിൽ ഇവിടെ എത്ര മാസമായിട്ടുള്ളോ? 9 months ആയിട്ടുള്ളൂ. The consideration was paid in a combination of cash and shares. അപ്പൊ നമ്മുടെ ഇക്വിറ്റിയും കൂടിയിട്ടുണ്ടാകും, കാരണം നമ്മൾ ഷെയർ കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓൺ 1st ജാനുവരി നമ്മൾ ഓൾസോ വന്ന ടെൻഡർ എന്ന് പറയുമ്പോൾ ഇതൊരു സെപ്പറേറ്റ് കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ടെൻഡർ ജയിച്ചിട്ടുണ്ട് ഫോർ എ സിഗ്നിഫിക്കന്റ് ന്യൂ കോൺട്രാക്ട് ടു സപ്ലൈ എയർക്രാഫ്റ്റ് എൻജിൻസ് which H Company manufactures under the recently acquired long-term license. The long-term license is recognized as an intangible asset. അപ്പോൾ നമുക്കൊരു പുതിയ intangible asset ഉണ്ട്. M Company was purchased with the view of securing the supply of specialist materials used to manufacture these engines. അപ്പോൾ M Company നമ്മൾ എടുക്കാനുള്ള acquire ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ഈ സംഭവമായിരുന്നു. The bidding process ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് H had to increase its manufacturing capacity to fulfill the contract. അപ്പൊ you have to understand that നമ്മൾ മാനുഫാക്ചറിങ് കപ്പാസിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ കുറെ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? Following the acquisition, the remainder of H Group companies faced economic uncertainty to boost the cash position and revenue generation. അപ്പൊ ഗ്രൂപ്പ്സ് കമ്പനി ഫേസ്ഡ് ഈ രണ്ട് കാര്യങ്ങൾ. എക്സ്പെരിമെന്റഡ് വിത്ത് ഡിഫറെന്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ്. അപ്പൊ ഇവര് പുതിയ പ്രൈസിങ് സ്ട്രാറ്റജീസ് ഒക്കെ ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റും പ്രൈസിംഗിൽ മാറ്റം ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റും. ആ റീസൺ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നത്.
and rising energy cost was experienced by all of the companies in H group. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോസ്റ്റ് കൂടാനുള്ള റീസണും തന്നിട്ടുണ്ട്. A dividend of 55 million was paid on 30th September. അപ്പൊ നമ്മുടെ ഇത് കൂടാതെ നമ്മൾ ഡിവിഡൻസും കൂടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിന്റെ കേസ് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റുന്ന റവന്യൂ എന്തായിട്ടുണ്ട്, നല്ലോണം ഇൻക്രീസ് ആയിട്ടുണ്ട്. അതിന്റെ റീസൺ എന്തായിരിക്കും എന്നുള്ളത് പറഞ്ഞു തുടങ്ങാം. Revenue has increased by $880 million. This increase may be partly because നമ്മുടെ കമ്പനി acquired ഈ കമ്പനി. ഓക്കെ അല്ല? And included 9 sales. ഇതൊരു ഓക്കെ അല്ല മക്കളെ? But even after adding that, the gross profit margin fell by എത്ര പെർസെൻറ്റേജ് ഇൻ റിലേറ്റീവ് ടേംസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ? മക്കളെ എത്ര പെർസെൻറ്റേജ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ദിസ് 10/40 എത്ര പെർസെൻറ്റേജാ? മക്കളെ ഹലോ, 25%. എത്രയാ? 25. 10/40 ചെയ്തിട്ട് പറയും മക്കളെ. $25. 25%. ഓക്കെ അല്ല? അപ്പോൾ 25% ഇൻ റിലേറ്റീവ് ടേംസ്. ഇത് എന്ത് കാരണം കൊണ്ടായിരിക്കും? This could be because the company reduced selling prices. കാരണം അതെനിക്ക് പറയാൻ പറ്റുന്നത് എക്സ്പെരിമെന്റഡ് വിത്ത് ഡിഫറെന്റ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. വൈൽ വേറൊരു കാര്യം കൂടി ഉള്ളത് എന്താണ്? Production cost increased
So profit from each sale became lower. Okay, അല്ലേ? ഇനി അടുത്ത operating profit margin. This margin fell even more due to എന്താണ് increase in expenses. The main reason is the likely the extra cost of buying M company such as legal fees, professional charges, and also the tender cost. Reducing the overall profit. Okay അല്ലേ? അപ്പൊ നമ്മൾ ഇവിടത്തെ ഉള്ള റീസൺസ് വെച്ചിട്ട് മാത്രമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ര ഡിഫിക്കൽട്ടും അല്ല. ഓക്കെ ആണോ മക്കളെ? പിന്നെ വരുന്നതാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ROC fell by എത്രയോ പെർസെന്റേജ് ഇൻ റിലേറ്റീവ് ടേംസ്? എത്ര പെർസെന്റേജ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ? ഇത് തമ്മിലുള്ള ഡിഫറൻസ് 61.7 minus 95.5 divided by 61.7 എത്ര വരും? $68.4. In relative terms, this means the company is not earning good returns from the money invested. Okay അല്ലേ? ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? Capital increased because of $180 million more in equity
and 300 million more in loans but the operating profit actually fell. As only 9 months of companies included. Okay, അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് ഏത് എഴുതാൻ പറ്റണം? കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം ആൻഡ് എന്താ പറയാ, നെറ്റ് അസറ്റ് ടേൺ ഓവർ ഫെൽ ബൈ എത്ര പെർസെൻറ്റേജ് ഇൻ റിലേറ്റീവ് ടേംസ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത മക്കളെ. തമ്മിലുള്ള ഡിഫറൻസസ് 2.2 ഉം 2.82. ഇവിടെ പ്രോഫിറ്റ്സ് മാറ്റിയിട്ട് എന്താക്കിയാൽ മതി? സെയിൽസ്. എത്ര പെർസെൻറ്റേജാ മക്കളെ ഒന്ന് പറഞ്ഞേ. %21. ഞാൻ ചോദിക്കുന്ന സമയത്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞോളാം. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ അടുത്തത് ഗിയറിംഗ് ഇൻക്രീസ് ബൈ അബൌട്ട് എത്ര പെർസെൻറ്റേജ്? ഇനി അത് എഴുതണമെങ്കിൽ എഴുതണ്ട. ഗിയറിംഗ് കൂടിയോ കുറഞ്ഞോ? കൂടിയല്ലേ ചെയ്തത്? ആ കൂടാനുള്ള കാരണം എന്താണെന്ന് എഴുതിയാൽ മതി. നമ്മൾ അത്യാവശ്യം എന്ത് എഴുതിയിട്ടുണ്ട്? റിലേറ്റീവ് ടേംസ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, തെറ്റാണെങ്കിൽ എഴുതിയാ നല്ലത്. Increased by എത്രയോ പെർസെൻറ്റേജ് ഇൻ റിലേറ്റീവ് ടേംസ്. This means this is because എന്തുകൊണ്ടാ? This is because of only 180 million more in equity and 300 million more in loan notes. Okay അല്ലേ?
increasing significantly. Okay. This means the company is relying more on debt funding compared to equity, which increases the financial risk. Okay. Finally, interest cover. Interest cover fell down drastically. എന്തുകൊണ്ടാണ്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും വീണു, ഇൻട്രസ്റ്റ് കവർ കൂടും ചെയ്തു അല്ലേ? ഇതൊക്കെയാണോ? This means that it is now harder for the company to pay interests from its profits. Okay. ഇത്രയായിരുന്നു നമുക്ക് എന്തിൽ എഴുതാനുണ്ടായിരുന്നത്? ഈ ഭാഗത്ത് എഴുതാനുണ്ടായിരുന്നത്. ഇനി സ്പെസിഫിക് കമന്റ്സ് which is the reason for affecting comparability. ഓക്കെ. ശരിക്കും 40 minutes ആവണല്ലോ നമ്മൾ തുടങ്ങിയിട്ട്. നമ്മളൊരു 8:05 തുടങ്ങിയത്. ശരിക്കും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് നേരെ എഴുതി പോവാണെങ്കിൽ 40 minutes ഭയങ്കര സുഖമായിട്ട് എഴുതാൻ. കാരണം ഞാൻ ഭയങ്കര സ്ലോയിലാണ് ടൈപ്പ് ചെയ്ത് പോണത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയാനില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഈ സാധനം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ, അതായത് ഈ കമ്പാരബിലിറ്റിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഈ 14 മാർക്സിൽ നിങ്ങൾ ഇപ്പൊ എഴുതിയത് എന്ന് പറയുന്നത് ഏകദേശം 1, 2, 3, 4, 5, 6, 12 മാർക്കിനുള്ള സാധനം മാത്രമേ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ.
ആ 2 മാർക്ക് നിങ്ങൾ മിസ് ഔട്ട് ആയി പോയനെ. 2 മാർക്കിന് മാക്സിമം 2 or 3 പോയിന്റ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്തൊക്കെ പറയാൻ പറ്റും? കമ്പാരബിലിറ്റിനെ എഫക്ട് ചെയ്യണത് എന്തൊക്കെയാ? This year this year's profit includes nine months of M companies income and expenses, but last year did not include M company at all. So comparing this year and last year is not fully fair. Pinna. The company have spent a lot of money to win and start the new contract before earning any income from it. These are one-time costs which will only affect current year's profit and effect comparison. Okay, na? Okay. ഇവിടെ ഇപ്പൊ നമ്മൾ 2 മേജർ പോയിന്റ്സ് 2 സാധനങ്ങളുടെയും പറഞ്ഞു. ഒന്ന് മറ്റേ ആക്വസിഷന്റെ കേസും ഒന്ന് ടെൻഡറിന്റെ കേസും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈസിലി പറയാൻ പറ്റുന്ന 2 പോയിന്റ്സ്. പിന്നെ വേണമെങ്കിൽ എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഈ കൊല്ലത്തെ ഫിനാൻഷ്യൽ പൊസിഷനിൽ എസെറ്റ്സ് ലയബിലിറ്റീസ് ഒക്കെ എം കമ്പനീന്റെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ലൈസൻസിന്റെ ഒക്കെ
ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ലാർജ്ലി കയറി വന്നുകൊണ്ട് ടോട്ടൽ അസറ്റ്സ് വിൽ ബി വെരി മച്ച് ഹയർ കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ. അപ്പൊ ഇവിടെ ഒരു കമ്പാരിസൺ ഒരു ഡിഫിക്കൽട്ടി വരുമെന്ന് പറയാം. പിന്നെ കമ്പനി ഈ കൊല്ലം കുറേം കൂടി ബോറോ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? പുതിയ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താൻ വേണ്ടി. കഴിഞ്ഞ കൊല്ലം ഇതൊന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും കമ്പാരിസൺ എഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ ആണോ മക്കളെ? സാർ ആ പറയൂ. ആ ടേബിൾ എങ്ങനെ വരയ്ക്കാമെന്ന് കാണിച്ചു തരാമോ? ആ ഇത് ഇവിടെ കണ്ട ഇങ്ങനെ ടേബിളിന്റെ സാധനം ഉണ്ടത്. കണ്ടു. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ടേബിളിന് നമ്മൾ നോർമലി ടേബിൾ വരയ്ക്കുന്ന പോലെ വരയ്ക്കാം. ആ ഓക്കെ 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 സാർ, താങ്ക് യു. ഓക്കെ അല്ലേ? 40 മിനിറ്റ്സിൽ ഈസിലി ഇതുപോലത്തെ ഒരു ആൻസർ ഭയങ്കര സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റും. ആൻഡ് ദിസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. ഓക്കെ അല്ലേ? കുറെ എഴുതിയിട്ടും ഇല്ല. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് നമ്മളോട് കാൽക്കുലേറ്റഡ് യൂസിങ് ദ പ്രീ ഫോർമാറ്റഡ് റെസ്പോൺസ് അഡ്ജസ്റ്റഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് അറ്റ് 30th September 2015 കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിപ്പയർ എസ് കമ്പനി സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആസ് അറ്റ് 30th September 2015 പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രിപ്പയർ എക്സ്ട്രാക്ട്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഫ്രോം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഓൺലി. അപ്പൊ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീന്റെ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇത് നിങ്ങളുടെ സ്റ്റഡി ഹബ് അല്ല പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിന്റെ ഗ്ലിറ്റ്സ് ആണ്. ശരിക്കും ഇപ്പുറത്തേക്കും കൂടി എന്ത് ഉണ്ടാവണം? കോളംസ് ഉണ്ടാവണം. അത് ഇവിടെ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? അടിയിലോട്ട് സോൾവ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ അഡ്ജസ്റ്റഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഇവിടെ. അഡ്ജസ്റ്റഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? എസ് കമ്പനീസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷനിൽ എന്തൊക്കെ ഉണ്ടാവും മക്കളെ? അസറ്റ്സ്, അത് നോൺ കറന്റ് അസറ്റ്, സ്പേസ് ഇവിടെ കറന്റ് അസറ്റ്സ്, സ്പേസ് ഇവിടെ ടോട്ടൽ അസറ്റ്സ്. Total assets would be sum of all this. Okay. At the end we have equity. Equity എപ്പോഴും എന്തൊക്കെ ഉണ്ടാവും? ഷെയർ ക്യാപിറ്റൽ,
ഷെയർ പ്രീമിയം എപ്പോഴും ഉണ്ടാവണമെന്നില്ല, എന്നാലും മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവാറുണ്ട്. ബട്ട് എന്തായാലും എന്തുണ്ടാവും, റീറ്റെയിൻഡ് ഏർണിങ്സ്. ആ റീറ്റെയിൻഡ് ഏർണിങ്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടണത്? ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് അഡ്ജസ്റ്റഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അതിന് റീവാലുവേഷൻ സർപ്ലസ് അതർ ഇക്വിറ്റിക്ക് വേണ്ടിയിട്ട് കൺവേർട്ടബിൾ ലോൺ നോട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അതർ ഇക്വിറ്റി വരാൻ ചാൻസ് ഇല്ല. അപ്പൊ റീവാലുവേഷൻ സർപ്ലസിന് ഒരു ലൈനും കൂടി വിട്ടിട്ട് എന്ത് ചെയ്യാം, അടുത്ത ഭാഗം എഴുതാം, വിച്ച് ഇസ് നോൺ കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ സാർ എക്സാമിന് ഓരോന്നിന്റെയും ടോട്ടൽ എഴുതണമെന്ന് നിർബന്ധമില്ല? ശരിക്കും IFRS 18 പ്രകാരം ഓരോന്നിന്റെ ടോട്ടൽ എഴുതണം. അതാണ് നമ്മുടെ പുതിയ ഫോമാറ്റ്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിനുള്ള ടൈം വെച്ചിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് ടോട്ടൽ എഴുതിയാലും അവർ അതേ മാർക്ക് തന്നോളും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആര്, നിങ്ങള് എല്ലാത്തിനും ടോട്ടൽ എഴുതി പ്രാക്ടീസ് ചെയ്യും. കാരണം എന്താണെന്ന് അറിയാം, അത്രയും സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ആ ടോട്ടൽ എഴുതി പഠിക്കാൻ പ്രാക്ടീസ് ചെയ്താൽ എക്സാം ഹാളിൽ എത്തുമ്പോൾ ടെൻഷൻ കയറുമ്പോൾ സ്പീഡ് കുറയും. അപ്പൊ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? നോൺ കറന്റ് ലയബിലിറ്റി, കറന്റ് ലയബിലിറ്റി. ഓക്കെ അല്ലേ മക്കളെ? ഇതൊരു ഓക്കെ ആണോ മക്കളെ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള്
നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ബേസിക് ഫോമാറ്റ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ എന്തുണ്ടാക്കും? വർക്കിംഗ് വർക്കിങ്സ്. അപ്പൊ എന്തിനൊക്കെ വർക്കിങ്സ് വേണം എന്നുള്ളത് നോക്കാം. ഒന്ന് ഇത് നോക്കി കേട്ടാ ലോൺ നോട്ട് ഉണ്ട്. അപ്പൊ വർക്കിംഗ് നോട്ട് വൺ, ലോൺ നോട്ട്സ്. അത് കഴിഞ്ഞിട്ട് വർക്കിംഗ് നോട്ട് ടു, പിന്നുള്ളത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് അല്ല, PP. Working note 3, investment property. Working note 4 is tax. Payment. ഇത്രയും സാധനങ്ങളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള. ടാക്സിന്റെ ഫോർമുല നമുക്ക് ആദ്യമേ ഇട്ട് വെക്കാം. കറന്റ് ഇയർ എസ്റ്റിമേറ്റ് പ്ലസ് ഓർ മൈനസ് അണ്ടർ ഓർ ഓവർ അബ്സോർബ് പ്ലസ് ഓർ മൈനസ് മൂവ്മെന്റ് ഇൻ ഡെഫേർഡ് ടാക്സ് gives us tax expense. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഓപ്പണിംഗ് ഡെഫേർഡ് ടാക്സും അതുപോലെ ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സ്. എത്രയാണ് വേണ്ടത്? ഇത്ര വെച്ചിട്ട് നമുക്ക് എന്ത് തുടങ്ങാം? നമ്മുടെ ആൻസർ ചെയ്യാൻ തുടങ്ങാം. ഇത് ഓക്കെ ആണോ? മക്കളെ the retained earnings included the draft profit for the year ended 30 September 2015. 6.5 of the dividends have been paid in the year ended 30th September and were accounted for correctly. അപ്പൊ അവര് ഡിവിഡൻസ് പെയ്ഡ് എന്ത് ചെയ്തിട്ടുണ്ട്? കറക്റ്റ്ലി അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്യണോ? മക്കളെ വേണ്ട. വേണ്ട. അപ്പൊ ഈ സാധനം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. 30 million 6% loan note were issued and issue cost of 1 million. These were charged to profit and loss. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യൂഷ്വലി അങ്ങനെ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസിൽ നിന്ന് എടുത്ത് കളയും. എക്സ്പെൻസിൽ നിന്ന് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടാണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സും കൂടണ്ടേ? ആഡ് ഇഷ്യൂ കോസ്റ്റ്. ഇതെന്തുകൊണ്ട് ആഡ് ചെയ്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. കാരണം നമ്മൾ എക്സ്പെൻസിൽ നിന്ന് എടുത്ത് കളയാറാണ് പതിവ്. ഓക്കെ ആണോ മക്കളെ? Yes, sir. ഓപ്പണിംഗ് പ്ലസ് എഫക്റ്റീവ് മൈനസ് കൂപ്പൺ ഇസ് ഈക്വൽ ടു ക്ലോസിംഗ്. ഓപ്പണിംഗ് എത്ര വരാം? അപ്പൊ 30,000 മൈനസ് 1,000. എഫക്റ്റീവ് റേറ്റ് ഇതിന്റെ എത്ര പെർസെന്റേജ്? ഹെൽപ്പ് ചെയ്യും. 9%. 9%. Coupon rate is 30,000.
എത്ര പെർസെൻറ്റേജ്? 6%. And finally we get closing. ഇത് പ്ലസ് ഇത് മൈനസ്. ഈ ക്ലോസിങ് എവിടെ പോണം മക്കളെ? നോൺ കറന്റ് ലയബിലിറ്റീസില് നോട്ട്സ് ക്ലോസിങ് ആയിട്ട്. ഓക്കെ അല്ലേ? അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം നമ്മള്? ലെസ് effective. interest expense 2610. ഓക്കെ അല്ലേ? അപ്പൊ ലോൺ നോട്ട് കഴിഞ്ഞല്ലോ. ഇത് ഓക്കെ ആണോ മക്കളെ? Yes, sir. അടുത്തത് PP. പറഞ്ഞ എങ്ങനെയാ ചെയ്യാം? നമ്മള് ഈ ഒരു കാര്യം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതും കൂടി ഒന്ന് ചെയ്തിട്ട് വെക്കാം. ഓക്കെ. ലാൻഡ് ബിൽഡിംഗ് ഒക്കെ കോസ്റ്റില് തന്നിട്ടുണ്ട്. അപ്പൊ PPയില് ലാൻഡ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, പിന്നെ പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് ഉണ്ട്. ഓക്കെ. ഇതിന്റെ ഒക്കെ കോസ്റ്റുകൾ എത്രയായിരുന്നു? ലാൻഡ് 5,000, ബിൽഡിംഗ് എത്രയാ? 30,000. അതിന്റെ അക്യുമുലേറ്റഡ് ഡെപ്രീസിയേഷൻ ഉണ്ട്, എത്രയാണ്? 20,000. പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് എത്ര ഉണ്ട്? 58,500. അതിന്റെ അക്യുമുലേറ്റഡ് ഡെപ്രീസിയേഷൻ ഉണ്ട്, എത്രയാ? 34,500. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ട്രയൽ ബാലൻസ് ഫിഗർ എത്ര ഉണ്ട്? 22,000. അടുത്തത് ഇൻവെന്ററി അല്ലേ? ഇൻവെന്ററി നമുക്ക് എവിടെ ഇടാൻ പറ്റും? കറന്റ് അസറ്റില്. എത്ര ഉണ്ട് മക്കളെ? 35,000. 35,000. അത് കഴിഞ്ഞിട്ട് Trade receivables. എത്ര ഉണ്ട്? 31,000. Trade receivables 31,000. പിന്നെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഉണ്ട്. എന്ത് ചെയ്യാം?
700. ഓക്കെ, ഇതൊരു ഓക്കെ ആണോ? യെസ് സർ. ഓർഡിനറി ഷെയർസ് ഷെയർ ക്യാപിറ്റലിൽ വരണം. ഷെയർ ക്യാപിറ്റലിന് വർക്കിംഗ് ഒന്നും ഇല്ലല്ലോ. എത്ര വരാം? ഷെയർ ക്യാപിറ്റൽ എത്ര വരും മക്കളെ? 25,000. അടുത്തത് റീറ്റെയിൻ ഏർണിങ്സ് ഡ്രാഫ്റ്റിൽ പോയി. പിന്നെ ലോൺ നോട്ട് നമ്മൾ ഓൾറെഡി ഇട്ടു. പിന്നെ ഡെഫേർഡ് ടാക്സ് അല്ലേ? $2,500. പിന്നെ ട്രേഡ് പേയബിൾസ്. $38,400. ഇൻകം ടാക്സ് പേയബിൾ ട്രയൽ ബാലൻസിൽ തരുന്ന ക്രെഡിറ്റ് ബാലൻസ് എന്താണ് മക്കളെ? Over. അണ്ടർ ഓർ ഓവർ ഒബ്സർവ്? അണ്ടർ ഒബ്സർവ് അല്ല. ഇത് ഓക്കെ ആണോ? പിന്നെ ഒരു സസ്പെൻസ് അക്കൗണ്ടും കൂടി ഉണ്ട്, അതൊരു വർക്കിംഗ് നോട്ട് ആയിട്ട് എടുക്കാം. Credit 15,300. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്ത് തുടങ്ങാം? ഇത് ഓരോന്ന് ചെയ്ത് തുടങ്ങാം. ഇത് രണ്ടും എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ദ നോമിനൽ ഇൻട്രസ്റ്റ് പെയ്ഡ് വാസ് ഡെബിറ്റഡ് ടു ദി സസ്പെൻസ് അക്കൗണ്ട് ബട്ട് നോ അതർ അക്കൗണ്ടിങ് വാസ് പെർഫോംഡ് എന്നാണ് പറയണത്. അപ്പൊ ഇവിടെ നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എവിടെ പോയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക്? സസ്പെൻസ് അക്കൗണ്ടിൽ പോയിട്ടുണ്ട് എന്ന് പറയാം. നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ് മക്കളെ? ഹലോ, കൂപ്പൺ. ഓക്കെ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. On 1st October 2014, S company owned 2 investment property, both of which are accounted for using in the model fair value model. The first property was sold for 17 million on 1st December 2014 and had a carrying amount of etra 15 million. 15 million. At that date, the proceeds were credited to a suspense account, but no other accounting was performed എന്നാണ് പറയണത്. അപ്പൊ ഇവിടെ എന്തായാലും എന്ത് വരും? Add disposal of gain on disposal of എത്ര വന്നിട്ടുണ്ടാവും മക്കളെ? 17ഉം 15ന്റെയും ഡിഫറൻസ് എത്രയാ?
2000. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ട്രയൽ ബാലൻസിലെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എത്രയായിരുന്നു? 22,000 ഉണ്ടായിരുന്നു. അതില് എത്രേന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീനെ വിറ്റു നമ്മള്? 15,000 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീനെ അല്ലേ വിറ്റത് മക്കളെ? ഇതുവരെ ഓക്കെ ആണോ? Yes, sir. അപ്പൊ ഇന്ന് എത്രേന്റെ അസറ്റ് ഉണ്ട്? ഒരു സെക്കൻഡ്. 7,000 അസറ്റ് ഉണ്ട്. ഇതുവരെ ഓക്കെ ആണോ? On 30th September 2015, the second investment property became owner occupied. Assets fair value at that date was 6 million. ഇതൊരു ഓക്കെ അല്ലേ? അപ്പൊ 7,000 സാധനം എന്തായി മക്കളെ? ഫെയർ വാല്യൂ എന്ന് എത്രയാ? 6 million. ഈ ദിവസം അതിനെ എന്തിലോട്ട് മാറ്റി? TP യിലോട്ട് മാറ്റി അല്ലേ? അപ്പൊ ഇവിടെ ഒരു ഗെയിൻ ഓർ ലോസ് വരൂലേ? Yes, sir. എത്ര? 1000. 1,000. അതെവിടെ കാണിക്കണം? P&L. ഓക്കെ. ഇതൊരു ഓക്കെ ആണോ മക്കളെ? ഇനി ഇവിടെ തന്നെ ഇത് PP ആയി കഴിഞ്ഞ എന്നാണ് PP ആയത്? എന്നാണ് PP ആയത് എന്നൊക്കെ? Year end. ഇയർ എൻഡ് ഡേറ്റിനാണോ ആയത്? On 30th September. നമ്മുടെ ഇയർ എൻഡ് ഡേറ്റ് 30th September 2015. അപ്പൊ അതിന്റെ ഡെപ്രീസിയേഷൻ എന്തെങ്കിലും വരാനുണ്ടോ? മക്കളെ ഡെപ്രീസിയേഷൻ എന്തെങ്കിലും വരാനുണ്ടോ? ഇല്ല. ഹലോ മക്കളെ, ഡെപ്രീസിയേഷൻ എന്തെങ്കിലും വരാനുണ്ടോ? ഇയർ എൻഡിലല്ല ആയത്. ഇനി IAS 16 മുന്നോട്ടേക്ക് ഡെപ്രീസിയേഷൻ വരണല്ലോ. പക്ഷെ ഇവിടെ Yes, sir. വരുവോ? ഇല്ല. ഇല്ല. ഇതുവരെ ഓക്കെ ആണോ? Yes, sir.
ഓക്കെ. ഇനി അടുത്തത് on 1st October 2014. ഇത് ഏതാ ഡേറ്റ്? Year start. Director decided to revalue land and building for the first time and agreed fair values of 8 million and 39 million. Remaining useful life 20 years ഉണ്ടായിരുന്നു. പറഞ്ഞ എങ്ങനെയാ ചെയ്യാ? ലാൻഡ് റീവാല്യൂ ചെയ്യും. എത്രയിലോട്ട്? 8 million. അപ്പൊ എന്ത് വന്നു? 8,000. ഗെയിൻ വന്നു. എത്രയുണ്ട്? 3,000. 3000. അതേപോലെ ബിൽഡിംഗ് എന്ത് ചെയ്തു? റീവാല്യൂ ചെയ്തു. എത്രയായിരിക്കും ക്യാരിങ് വാല്യൂ? 10,000 ആയിരിക്കുമ്പോ എത്രയിലേക്കാണ് റീവാല്യൂ ചെയ്തത്? 39,000. 39,000. അപ്പൊ ഇവിടെ ഗെയിൻ വരൂലേ? 29,000. പിന്നെ ഒരു ഡെപ്രീസിയേഷൻ വരുമല്ലോ. 39,000 ഡിവൈഡഡ് ബൈ 20 അല്ല, 20 years അല്ല ഇനി ബാക്കിയുള്ളത്. യെസ് സാർ. അപ്പൊ ക്യാരിങ് വാല്യൂ എത്ര വരും? 37050. ഇതുവരെ ഓക്കെ ആണോ? യെസ് സാർ. ഓക്കെ. അപ്പൊ പി പിയില് നോൺ കറന്റ് അസറ്റ്സില് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് ഇല്ല, പ്രോപ്പർട്ടി അല്ലല്ലോ, ലാൻഡ് ആൻഡ് എക്വിപ്മെന്റ് എടുത്തതല്ല. പ്രോപ്പർട്ടിയിൽ എന്തൊക്കെ വരും? ഒന്ന് ലാൻഡ് വരും, പിന്നെ ഈ ക്യാരിങ് വാല്യൂ വരും, പിന്നെ പുതിയതായിട്ടൊരു പ്രോപ്പർട്ടി ആയി മാറിയില്ലേ, പി പി ആയി മാറിയത് ഏതാ? ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. അപ്പൊ അതും കൂടി കയറി വരണ്ടേ? അപ്പൊ ടോട്ടൽ വാല്യൂ എവിടെ വന്നിട്ടുണ്ട്? പ്രോപ്പർട്ടിയിൽ വന്നിട്ടുണ്ട്. ഇതുവരെ ഓക്കെ ആണോ? ഇതിന്റെയൊക്കെ എന്തും കൂടി കയറി വരാനുണ്ട് മക്കളെ? ഡെപ്രീസിയേഷൻ വരണ്ടേ? ലെസ് ഡെപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് എത്ര വരും? $1950. 1950. വേറെ ഒന്നുമില്ലല്ലോ. ഇതുവരെ ഓക്കെ ആണോ മക്കളെ? യെസ് സാർ.
ഇനി നമുക്കൊരു ഗെയിൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ എന്ത് വരും മക്കളെ? Deferred tax. ഡെഫേർഡ് ടാക്സ് വരൂലേ? അപ്പൊ ആ ഡെഫേർഡ് ടാക്സും കൂടി നമ്മളൊന്ന് കണ്ടുവെക്കണ്ടേ? തൽക്കാലം ഇവിടെ കാണാം. ഗെയിൻ എത്രയൊക്കെ ഉണ്ടായിരുന്നു? $3,000 ഉണ്ടായിരുന്നു. $29,000 ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ വേണം എന്ത് കാണാൻ വേണ്ടിയിട്ട്? ടാക്സ് പെർസെൻറ്റേജ് എത്ര ഉണ്ടായിരുന്നു? 20. 20. 6,400 വരും. ഇതുവരെ ഓക്കെ ആണോ? ഇപ്പൊ നമ്മുടെ റീവാലുവേഷനിൽ ഷെയർ പ്രീമിയം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പൊ അതിന്റെ പകരം റീവാലുവേഷൻ ആക്കാം. റീവാലുവേഷൻ ഗെയിനിൽ എത്ര കാണിക്കും? ഗെയിൻ ആയ 3,000 പ്ലസ് ഗെയിൻ ആയ 29,000 മൈനസ് ഗെയിനിന്റെ ടാക്സ് ആയ Deferred tax. 6,400. ഓക്കെ അല്ലേ? Yes, sir. ഇതുവരെ ഓക്കെ ആണോ മക്കളെ? Yes, sir. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. There was no purchase or disposal of land and building during the year. The revaluation has not been accounted for. Directors have agreed that they will not make any transfer to retained earnings for excess depreciation. അപ്പൊ excess depreciation calculation ചെയ്യണ്ട. പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എത്രയാണ് ഡെപ്രീഷിയേറ്റ് ആയത്? പറഞ്ഞ മക്കളെ 12.5% per annum using a plant and equipment. Carrying value as of now ഇത്രയാണ്. അതിന്റെ പുതിയ ഡെപ്രീസിയേഷൻ എത്ര പെർസെൻറ്റേജ് മക്കളെ? 12.5%. അപ്പൊ ക്യാരിങ് വാല്യൂ ആയിട്ട് എൻ്റെ എത്ര ഉണ്ട്? 21,000. ഓക്കെ അല്ലേ? അതിന്റെ ഡെപ്രീസിയേഷൻ എവിടേക്ക് പോവും? $3,000 അല്ലേ? ഇതുവരെ ഓക്കെ ആണോ മക്കളെ? ഇതുവരെ ഓൾ ഗുഡ് മക്കളെ? Yes, sir. Yes, sir. ഇനി നമുക്ക്
The current tax liability for the year ended have been calculated at etra? 2,400. 2,400. പിന്നെ അവരെന്താ പറയണത്? In addition to the temporary difference relating to revaluation of land and building, there are additional taxable differences of 10 million. അപ്പൊ നമ്മള് ക്ലോസിംഗ് ഡെഫേർഡ് ടാക്സ് കാണുന്ന സമയത്ത് എന്തിന്റെ കാണാ? 10,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? 20%. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എത്ര വരും? മക്കളെ -500 വരും. അപ്പൊ ടാക്സ് എക്സ്പെൻസസ് $800. അത് കൂടാതെ ഈ ക്ലോസിംഗ് ആണോ പോണ്ടത്? അല്ലല്ലോ മക്കളെ, ക്ലോസിംഗ് ടു ബാലൻസ് ഷീറ്റ് ഏതാ പോണ്ടത്? ഈ 6,400 പ്ലസ് 2,000 എത്ര പോവും? 8,400. അപ്പൊ ഏറ്റവും ആദ്യം ഇവിടെ വന്നിട്ട് ലെസ് ടാക്സ് $800. പിന്നെ നോൺ കറന്റ് ലയബിലിറ്റീസില് ഡെഫേർഡ് ടാക്സ് എത്ര വരും? 8,400. ആൻഡ് കറന്റ് ലയബിലിറ്റിയില് നമുക്ക് കറന്റ് ഇയർ എസ്റ്റിമേറ്റ് വരും. ഒരു മിനിറ്റ് മക്കളെ, ഞാൻ ഒന്ന് വാദിക്കാം. ഇതുവരെ ഓക്കെ ആണോ? $138, $750, $138, $750 ടാലി ആവും. ഓക്കെ ആണോ മക്കളെ? സാർ ആ ഡ്രാഫ്റ്റ് റിട്ടേണിങ്സ് ഒന്ന് കാണിച്ചു തരാമോ? ഏതാ ഡ്രാഫ്റ്റ് റിട്ടേണിങ്സ് ഫസ്റ്റ്. ഓക്കെ ഇത്? ഓക്കെ സാർ, താങ്ക് യു. ഇതുവരെ ഓക്കെ അല്ലേ? യെസ് സാർ. ഇനി ഫൈനലി ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താണ് പറയാ? നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്തില്ലേ മക്കളെ? ആ ഡിസ്പോസൽ കാണിക്കാം.
ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ വരും? ഒന്ന് ഡിവിഡൻസ് പേ ചെയ്തിട്ടുണ്ട്, അത് വരും. പിന്നെ പുതിയ ലോൺ എടുത്തിട്ടില്ലേ, അത് വരും. പിന്നെ എന്തെങ്കിലും വരും മക്കളെ? ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാ? ഇല്ല. പിന്നെ നമ്മുടെ പുതിയ ഇത് പ്രകാരം ഏത് വരും? നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് വരും. ഓക്കെ അല്ലേ? അതിൽ ഓക്കെ ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ് വരേണ്ടത്. അപ്പൊ എങ്ങനെയാ സോൾവ് ചെയ്യാ? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പറഞ്ഞ മക്കളെ. ഒന്ന് ഗെയിൻ ഓൺ ഡിസ്പോസൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. ഗെയിൻ ഓൺ ഡിസ്പോസൽ ശരിക്കും നമ്മുടെ എവിടെ വന്നോളും? ഡിസ്പോസലിന്റെ എമൗണ്ട് എഴുതുമ്പോ അതിന്റെ ഉള്ളിൽ തന്നെ വന്നോളും. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ എന്താ പറയാ? ഡിസ്പോസൽ ഓഫ് പ്രോപ്പർട്ടി. എത്ര ഉണ്ടായിരുന്നു? എത്രക്കാണ് വിറ്റത്? 17 മില്യൺ അല്ലേ? 17 മില്യൺ. ഓക്കെ അല്ലേ? ഫിനാൻസിങ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ വരും? ഡിവിഡൻസ് പെയ്ഡ്, ലോൺ നോട്ട്, പിന്നെ ഇൻട്രസ്റ്റ് പെയ്ഡ്. ഡിവിഡൻസ് പെയ്ഡ് എത്രയായിരുന്നു? -6.5. ലോൺ നമ്മൾ എത്ര എടുത്തു? 30,000. പക്ഷെ കയ്യിൽ എത്ര കിട്ടിയത്? 29,000. ആൻഡ് ഇൻട്രസ്റ്റ് എത്ര പേ ചെയ്തു? കൂപ്പൺ എത്രയായിരുന്നു? 1,800. പണ്ട് ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിലാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് കാണിച്ചിരുന്നത്. അതിപ്പോ മാറ്റി ഫിനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ക്വസ്റ്റ്യൻ തീർന്നു. ഓക്കെ. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വട്ടത്തെ ക്വസ്റ്റ്യൻ്റെ ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനിൽ അവിടെ ഒരു ഗ്ലിച്ച് ഉണ്ടായിരുന്നു. നിങ്ങളുടെ എക്സാമിന് അങ്ങനെ വല്ല ഗ്ലിച്ച് വരാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനറിനോട് അവിടെയുള്ള ആ ഇൻവിജിലേറ്ററോട് പറയാം. അവർക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റണില്ല എന്ന് വിചാരിക്കും. പാനിക് ആവണ്ട. ഇപ്പൊ ഞാൻ ചെയ്തില്ലേ, ഗ്ലിച്ച് ഉണ്ടായിട്ടും അങ്ങനെ അങ്ങോട്ട് സോൾവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റണ പോലെ സോൾവ് ചെയ്ത് വെച്ചോളോ. എന്നിട്ട് നമുക്ക് മിറ്റിഗേറ്റിംഗ് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞോളോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് കൊടുക്കാന്നുള്ളത്. ഓക്കെ അല്ലേ?